ഇന്ന് ഈ ദൃശ്യമാധ്യമത്തിൽ കൂടെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാം ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ത്രിയേക ദൈവം ഒരുക്കി തന്ന ഈ വലിയേറിയ നിമിഷത്തെയും സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് ധ്യാനിക്കണം എന്നാഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം, അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 15 through 19. ചില വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 17 മുതലുള്ള വാക്യങ്ങൾ. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്ന് വരുവാൻ, നിൻ്റെ വചനം ധ്യാനിപ്പാൻ നീ അവിടുന്ന് ഒരുക്കിയ ഈ നിമിഷത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. വചനം നിൻ്റേതാകുന്നു കർത്താവേ. അവിടുന്ന് നിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കുവാൻ നീ ഇടയാക്കണമേ. നൽകി തന്ന ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ ഇടയാകണമേ. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ ഈ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ, നിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നീ ഇതിനെ വിഭാഗിച്ചു കൊടുക്കണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ യഥാർത്ഥമായിട്ട് നിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് പലരും ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം, ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് മാത്രമല്ല മറ്റ് പല പട്ടക്കാരോടും ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പല പ്രായത്തിലുള്ളവർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വൈ ആർ യു എ പ്രീസ്റ്റ്? ഈ ചോദ്യം ചിലപ്പോഴൊക്കെയും ലഭിക്കുമ്പോൾ പല രീതിയിലാണ് ഞാൻ ഈ ചോദ്യത്തെ ഈ നാളുകളിലൊക്കെയും വീക്ഷിച്ചത്. ചിലപ്പോഴൊക്കെയും ഈ ചോദ്യം ലഭിക്കുമ്പോൾ ഐ ലുക്ക് അറ്റ് ഇറ്റ് വിത്ത് ആൻ ഐ ഓഫ് സസ്പിഷൻ. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്? ഒരു പക്ഷെങ്കിൽ എൻ്റെ സ്വഭാവമോ എൻ്റെ പെരുമാറ്റമോ എൻ്റെ സംസാരമോ എവിടെയെങ്കിലും ഒരു പുരോഹിതനെ പോലെ അല്ലാത്തത് കൊണ്ടാണോ ഈ ഒരു ചോദ്യം ചോദിച്ചത്? വൈ ആർ യു എ പ്രീസ്റ്റ്? എന്നാൽ ചില ചോദ്യങ്ങൾ വളരെ നമ്മുടെ പേഴ്സണലായിട്ട് ടച്ച് ചെയ്യുന്നതായിട്ടുള്ളൊരു ചോദ്യമാണ്. ദേ വോണ്ട് ടു നോ വൈ എക്സാക്ട്ലി ഹാവ് വി ടേക്കൺ അപ്പ് ദിസ് വൊക്കേഷൻ. എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു വലിയ കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യത്തോടുകൂടെ ചോദിക്കുന്ന ഒരു ചോദ്യം. കൊടുക്കുന്നതായിട്ടുള്ള മറുപടി ഞാനായാലും ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടതായിട്ടുള്ള മറുപടി, എല്ലാ മറുപടിയും നമ്മൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത്, ആ മറുപടികളെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. ദോസ് തിങ്സ് ദാറ്റ് മേക്സ് us ഹാപ്പി. നമുക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ, ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നതായിട്ടുള്ള സന്തോഷം, ഒരു പക്ഷെങ്കിൽ ആരാധന എടുക്കുന്നതിലുള്ള ഒരു സന്തോഷം, അത്തരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഒരു പക്ഷെങ്കിൽ ഉത്തരമായിട്ട് നമ്മൾ മറുപടിയായിട്ട് നമ്മൾ നൽകുന്നത്. എന്നാൽ ഈ മറുപടികളിൽ യഥാർത്ഥമായിട്ട് ഈ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുന്നതുകൊണ്ട് ഐ ആം ജോയ്ഫുൾ, ഐ ആം ഹാപ്പി, ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ് എന്നുള്ള ഒരു മറുപടി പലപ്പോഴും നമുക്ക് കേൾക്കുവാനോ പറയുവാനായിട്ടോ നമുക്ക് സാധ്യമായി തീരുന്നില്ല. ഇന്ന് സഭയായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രീസ്റ്റ് കോൾ ടു ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. വൈദികർ ക്രിസ്താനുകരണത്തിനായി വിളിക്കപ്പെട്ടവർ. ഒരു പക്ഷെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, എവിടെ ആയിരിക്കുന്നോ, ഏത് സ്ഥാനത്തായിരിക്കുന്നോ, ഏത് അനുഭവത്തിലായിരിക്കുന്നോ, അവിടെ ആ ഒരു സംതൃപ്തിയുടെ ഒരു നിറവ്, സംതൃപ്തിയുടെ ഒരു അനുഭവം തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അവിടെയാണ് ഇന്ന് നമ്മളിത് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു പട്ടക്കാരന് വേണ്ടിയിട്ടോ ഒരു മേൽപ്പട്ടക്കാരന് വേണ്ടിയിട്ട് ഈ സഭ ഈ ഒരു ദിവസത്തെ മാറ്റിവെക്കുമ്പോൾ, സഭയായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരെ ഒന്ന് ഓർക്കുവാനും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും വേർതിരിക്കുമ്പോൾ, സഭയായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ അവരുടെ ശുശ്രൂഷകളെയും അവരുടെ ജീവിതത്തെയും ഒന്ന് പുനർപരിശോധിക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രസംഗം എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടല്ല. ഞാൻ വിശ്വസിക്കുന്നത് പത്രോസ് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഈ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഭാഗം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് സ്വയം ശോധന ചെയ്യണം. വ്യത്യസ്ത തലത്തിലാണല്ലോ ഓരോ ഇടവകകളിലും നമ്മളെല്ലാവരും ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. വ്യത്യസ്ത തലത്തിലാണല്ലോ ഓരോ ഭവനങ്ങളിൽ നമ്മൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. എന്നാൽ ഈ വലിയ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം, ഒന്ന് സ്വയം ശോധന ചെയ്യണം. ഞാൻ ഈ ഒരു ശുശ്രൂഷ എത്ര ഭംഗിയോടുകൂടിയാണ് ശരിക്കും എനിക്ക് ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയണം. ഈ വായിച്ചു കേട്ട വേദഭാഗത്തെ ആസ്പദമാക്കി 3 ചെറിയ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ വേദഭാഗം നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാകുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ആർ യു കോമ്പിറ്റൻറ്റ് ഇൻ ലവിങ്? 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യമാണ്, ഡു യു ലവ് മീ? എന്നാൽ 3 പ്രാവശ്യം ഈ ചോദ്യം ചോദിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നും കൂടെ കർത്താവ് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ അവിടെ കർത്താവ് ചോദിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം, പറയാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആർ യു കോമ്പിറ്റൻറ്റ് ഇനഫ് ഇൻ ലവിങ് മീ? ഓർ ആർ യു കോമ്പിറ്റൻറ്റ് ഇനഫ് ഇൻ ദ വേ ദാറ്റ് ഐ ഹാവ് ലവ്ഡ് യു? ഞാൻ സ്നേഹിച്ചതുപോലെ നീ നിനക്ക് സ്നേഹിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? ഒരു പക്ഷേങ്കിൽ നമ്മളെല്ലാവരോടുമുള്ള ഒരു ചോദ്യമാണ്, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഈ മറ്റ് കാര്യങ്ങൾ എല്ലാത്തിനേക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്നുള്ള ഒരു വലിയ ചോദ്യം. പത്രോസിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. മെനി ടൈംസ്, ഒത്തിരി തവണ പത്രോസ് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. ഒത്തിരി തവണ അത് നമുക്ക് പത്രോസിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ കർത്താവ് കാൽ കഴുകലിൻ്റെ ആ ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നോ, എൻ്റെ കാല് കഴുകല്ല്. എന്നാൽ അവിടെ കർത്താവ് പത്രോസിനെ ശകാരിക്കുന്നതായിട്ടും അവനെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകുക എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമല്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു തിരുത്തൽ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെ കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിനോടുള്ള ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ വാളെടുത്ത് എടുക്കുന്നതായിട്ടുള്ളൊരു പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവിടെ വീണ്ടും കർത്താവ് ഈ പത്രോസിനെ ശകാരിക്കുന്നതായിട്ട്, വാള് അകത്തേക്ക് ഇടുക എന്ന് പറയുന്നതായിട്ട്, സ്റ്റോപ്പ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാമത്തെ വാക്യം, അവിടെ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, ഹീസ് ഡിക്ലെയറിങ് ദാറ്റ് ഹീ വുഡ് ഡൈ ബൈ ജീസസ് സൈഡ്. കർത്താവിന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി തീർന്നിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്, അത്രത്തോളം എൻ്റെ സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ രാത്രി നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറയുകയാണ്. പത്രോസിൻ്റെ ജീവിതം ആകമാനം നമ്മൾ എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെയെല്ലാം തൻ്റെ സ്നേഹം കർത്താവിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. ആ ശ്രമങ്ങളെല്ലാം പത്രോസ് ഉദ്ദേശിക്കുന്നത് പോലെ അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. വൺ ഓഫ് ദ റീസൺ ഫോർ ദാറ്റ് ഈസ് ഹി മിസ്അണ്ടർസ്റ്റുഡ് ഹിസ് റിലേഷൻഷിപ്പ് ടു ജീസസ്. കർത്താവുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ തക്കോണം പത്രോസിന് സാധ്യമായി തീർന്നില്ല. ഒരുപക്ഷെങ്കിൽ കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് തൻ്റെ ഈ പരാജയങ്ങളെല്ലാം ഉത്തരം പറയുന്നതായിട്ടുള്ള സമയത്ത് പത്രോസിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. പത്രോസ് മാത്രമല്ല, നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും, ഇത്തരത്തിലെ പല പ്രകടനങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മുടെ സ്നേഹം കർത്താവിനോട് എത്രമാത്രമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല പ്രകടനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഒരു പക്ഷെങ്കിൽ ചില സ്പിരിച്വൽ പ്രാക്ടീസസ് നമ്മൾ നടത്തും, ഒരു പക്ഷെങ്കിൽ എവിടെയെങ്കിലും ചില സംഭാവനകൾ നമ്മൾ നടത്തും, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വോളണ്ടിയറായിട്ട് നമ്മൾ പോകാനായിട്ട് പോകും. ഒരു ജനറൽ അച്ചീവ്മെൻറ്റ്, സംടൈംസ് എക്സലിങ് അറ്റ് ചർച്ച്, എക്സലിങ് അറ്റ് ഹോം, എക്സലിങ് അറ്റ് വർക്ക് പ്ലേസ്, അതെല്ലാം ഒരു രീതിയിൽ കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് പലപ്പോഴും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒറ്റ ഒരു ചോദ്യമാണ്, ആർ യു കോമ്പിറ്റൻറ്റ് ഇനഫ് ഇൻ ലവിങ്?
എവിടെയാണ് ആ ഒരു മാർക്ക്, എവിടെയാണ് ആ കോമ്പിറ്റൻസിൻ്റെ ഒരു ലെവൽ എന്ന് ചോദിച്ചാൽ, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഹെൻറി നോവൻ എന്ന് പറയുന്നതായിട്ടുള്ള എഴുത്തുകാരൻ, പട്ടക്കാരൻ എഴുതിയ സുന്ദരമായ ഒരു പുസ്തകമാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു പക്ഷെങ്കിൽ ഹെൻറി നോവനെ കുറിച്ച് അറിയാത്തതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക്, അദ്ദേഹം ഒരു പട്ടക്കാരനും ഒരു സെമിനാരിയിലെ അധ്യാപകനുമായിരുന്നു. 20 വർഷക്കാലം അധ്യാപകന് ശുശ്രൂഷ നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തിനുള്ളിലൊരു തോന്നൽ തോന്നുകയാണ്, താൻ ആയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു രംഗത്ത് തനിക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു വളർച്ചയില്ല എന്നുള്ള ഒരു തോന്നൽ, സ്പിരിച്വൽ വെൽബീയിങ് സാധ്യമായി തീരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ. ആ ഒരു തോന്നലും ആ ഒരു ബോധ്യവുമാണ് നോട്ട്രഡാം, ഹാർവേഡ്, യേൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിപ്പിച്ചിട്ട് അദ്ദേഹം ലേ ആർഷെ എന്ന് പറയുന്നതായിട്ടുള്ള മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. ഹി ഫെൽറ്റ് ഹീസ് ബേണിംഗ് ഔട്ട്, ഹി വാണ്ടഡ് ടു ഹാവ് സംതിങ് സ്പിരിച്വൽ. അങ്ങനെ അദ്ദേഹം അവിടെ പോവുകയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് അവിടെ പോകുന്നതായിട്ടുള്ള സമയത്ത് ആ ഒരു അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടോക്ക് ഈ ഹെൻറി ജെ നോവൻ 1980കളുടെ അവസാനത്തിൽ വാഷിങ്ടൺ DC നടത്തിയ ഒരു ടോക്കാണ് ഈ പുസ്തകം. എന്നാൽ ഈ ടോക്കിനേക്കാൾ ഉപരിയായിട്ട് ഇത് എഴുതാൻ വേണ്ടിയിട്ടും ഇത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പശ്ചാത്തലം അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പത്രോസിൻ്റെ ഈ ലഭിച്ചതായിട്ടുള്ള 3 ചോദ്യങ്ങളും കർത്താവിന് ഉണ്ടായതായിട്ടുള്ള 3 പ്രലോഭനങ്ങളും ഇതിനെ രണ്ടിനെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കർത്താവിനോട് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടായതായിട്ടുള്ള സമയത്ത് ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഹെൻറി ജെ എം നോവൻ പറയുകയാണ്, എവിടേക്കാണ് കർത്താവ് പീറ്ററിൻ്റെ ഫോക്കസിനെ വെക്കുന്നത്. ഹെൻറി ജെ എം നോവൻ പറയുകയാണ്, ജീസസ് പുട്ട്സ് പീറ്റേഴ്സ് ഫോക്കസ് ഓൺ പീറ്റേഴ്സ് ലവ് ഫോർ ജീസസ്. എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ ഒരു ചോദ്യമാണ്. ഇന്ന് പലപ്പോഴും ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ആളുകളുടെ ഇമ്മീഡിയറ്റ് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രൊഡക്റ്റ് എങ്ങനെ നൽകാനായിട്ട് സാധ്യമായി തീരും. എങ്ങനെയാണ് വി ട്രൈ ടു ലവ് ഓർ മിനിസ്റ്റർ by wanting to give the product that usually seems fit to the congregation or to the community. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ആ ഒരു തിരുത്തലാണ് കർത്താവ് പത്രോസിനോട് നടത്തുകയും ആ ഒരു തിരുത്തലാണ് പത്രോസിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ ഹെൻറി ജെ എം നോവൻ തൻ്റെ ഈ ഒരു ശുശ്രൂഷ രംഗം മാറിയപ്പോഴാണ് തൻ്റെ ഈ ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ശുശ്രൂഷ കാണേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടിടയായി തീർന്നത്. അത്രയും നാളുകൾ യൂണിവേഴ്സിറ്റിയിൽ സെമിനാറിയിൽ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനിയും വഴിയിൽ പോകാൻ വേണ്ടിയിട്ട് ആളുകളുടെ മുൻപിൽ തൻ്റെ വാക്സാമർഥ്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതായിട്ടുള്ള സ്ഥാപനത്തിൽ എൻ്റെ ഈ വാക്സാമർഥ്യങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. They don't want all these words. They won't understand all these words. The only thing that they want is me. ഞാൻ മാത്രം മതി അവിടെ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, ഈ ഒരു ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആം ഐ കോമ്പിറ്റൻറ്റ് ഇനഫ് ഇൻ ലവിങ്? വി ആർ കോൾഡ് ടു ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ ആദ്യത്തെ ഒരു ചൂണ്ടുപലക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് എൻ്റെ കോമ്പിറ്റൻസ് എവിടെയാണ് എന്നതിനെ വ്യക്തമാക്കുമ്പോഴാണ്. ഈ കാര്യം ഞാനിവിടെ പറയുമ്പോൾ തെറ്റായ രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കല്ലേ. ഞാൻ പറയുന്ന ആ ഒരു ചിന്തയോടുകൂടെ തന്നെ നിങ്ങൾ ഇതിനെ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ 1-2 ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചത് ഷാർജ ഇടവകയിലെ ഒരു മെമ്പറാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽഡായിരിക്കുകയാണ്. നാട്ടിൽ വന്ന് സെറ്റിലായി അദ്ദേഹം ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ, ഞാൻ ഇതുവരെ ദുബായ് ഷാർജയിൽ എത്തിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയാണ്. അങ്ങനെ എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. എവിടാണ് സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തിരക്കി ആരാണ് ആൾ എന്ന് കണ്ടുപിടിക്കും. എന്നാൽ എന്നോട് സംസാരിക്കുന്നതിൻ്റെ ആയിട്ടിടയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, അങ്ങനെ ഉള്ള ആൾ വിളിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, എനിക്ക് മുൻപ് അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സജേഷ് അച്ഛൻ, അദ്ദേഹം പറഞ്ഞു, സജേഷ് അച്ഛൻ ഒരു പുലിയാണ്, അതുകൊണ്ട് അച്ഛനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പുപ്പുലിയാകണം എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് തമാശ രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ
ഇന്ന് നമ്മൾ എല്ലാവരെയും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാറ്റഗറീസ് ഉണ്ട്. ഈ രീതിയിലാണ് ഞാൻ ഓരോരുത്തരെയും അനലൈസ് ചെയ്യുന്നത്. ഇവൻ പുലിയാണോ, ഇവൻ പുപ്പുലിയാണോ എന്ന്. എന്നാൽ കർത്താവിൻ്റെ അനലൈസിൻ്റെ അകത്ത്, കർത്താവ് അനലൈസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ പറയുന്നതായിട്ടുള്ള എബിലിറ്റിയോ, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവോ, എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവോ, സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവോ, പൈസ പിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവോ, പാടാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവോ, ആടാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവോ, ഇതൊന്നുമല്ല കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് നോക്കുന്നതായിട്ടുള്ള മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമാണ്, ആർ യു കോമ്പിറ്റൻറ്റ് ഇൻ ലവിങ്? He's not seeing your competence on your in the way you speak, in the way you sing, in the way you dance, but are you competent in loving? എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ക്രൈസ്തവ സമിതി അംഗങ്ങളെ, ഓഫീസ് ബെയറേഴ്സെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇന്ന് ആ ഒരു കോമ്പിറ്റൻസ് എനിക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആം ഐ കോമ്പിറ്റൻറ്റ് ഇൻ ലവിങ്? 2, ഈ ഒരു വേദഭാഗം നമ്മളോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ഡു ഐ കംപ്ലൈ ഇൻ മ്യൂച്വാലിറ്റി? ശുശ്രൂഷകൾ ഒത്തൊരുമിച്ച് ചേർന്ന് സഹകരണത്തോടുകൂടെ ചെയ്യുവാൻ തക്കോണം ഇന്ന് എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ? 3 പ്രാവശ്യം നീ എന്നോട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം പത്രോസ് ഉത്തരം നൽകി കഴിയുമ്പോൾ കർത്താവ് പറയുന്നതായിട്ടുള്ള മറുപടി ഇപ്രകാരമാണ്, ഫീഡ് മൈ ലാംസ്, ടെൻഡ് മൈ ഷീപ്പ്, ഫീഡ് മൈ ഷീപ്പ്. ഒരു പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ ഈ ഒരു ധ്യാനം, ആ പുസ്തകം വായിച്ചത് എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 3 ടെംപ്റ്റേഷനുമായിട്ട് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് ഹെൻറി ജെ എം നോവൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അകത്ത് 2ാമത്തെ ടെംപ്റ്റേഷൻ കർത്താവിനുണ്ടായതായിരുന്നു ടു ഡു സംതിങ് സ്പെക്ടാക്കുലർ ഓർ ടു ബി സ്പെക്ടാക്കുലർ. ഒരു പക്ഷെങ്കിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം സ്പോട്ട്ലൈറ്റിലായിരിക്കുക, സ്പെക്ടാക്കുലർ കാര്യങ്ങൾ വല്ലതും ചെയ്യുക, അതെപ്പോഴും നമുക്കൊക്കെയും ഉള്ള ഒരു വലിയ ഒരു 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 ഷോർട്ട് കമ്മിങ് ആണ്, അല്ലെങ്കിൽ ഒരു വീഴ്ചയാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്നത്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് പത്രോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ 1ാമത്തെ ചോദ്യമായിരുന്നു, ആർ യു കോമ്പിറ്റൻറ്റ് ഇൻ ലവിങ്? 2ാമത്തത്, എന്താണ് ശുശ്രൂഷ എന്ന് പത്രോസിനോട് പറയുമ്പോൾ പത്രോസിന് കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഓഫ് ബീയിങ് എ ഷെപ്പേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്ന ഇമേജ്. ആരാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു പുരോഹിതൻ എന്ന് തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഹൂ ഈസ് എ ഷെപ്പേർഡ്? കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുൻപ് അത് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അത് നമ്മൾക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. ഹൂ ഈസ് എ ട്രൂ ഷെപ്പേർഡ്? ആരാകുന്നു ഒരു നല്ല ഇടയൻ? ആടുകളെ നോക്കുന്നതും ആടുകളെ പരിപാലിക്കുന്നതും ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നതുമായിട്ടുള്ള ഒരു ഇടയൻ. എന്നാൽ പലപ്പോഴും വി ഡോണ്ട് ലൈക്ക് ഒബ്ലിഗേഷൻ, വി ഡോണ്ട് ലൈക്ക് വൾണറബിലിറ്റി ആൻഡ് വി ഡോണ്ട് ലൈക്ക് മെസ്. എന്നാൽ ഇടയൻ്റെ ഈ ഒരു ശുശ്രൂഷ പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ ഹെൻറി ജെ എം നോവൻ പറയുകയാണ്, ഒരു ലീഡർഷിപ്പ് റോളിൽ ഈ ഷെപ്പേർഡിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോലി അല്ല. ദർ ഹാസ് ടു ബി മ്യൂച്വാലിറ്റി. സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതാണ്. അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, മിനിസ്ട്രി ഈസ് നോട്ട് ഓൺലി എ കമ്മ്യൂണൽ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ഓൾസോ എ മ്യൂച്വൽ എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ കമ്മ്യൂണൽ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് എ മ്യൂച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് പലപ്പോഴും ചെയ്യുന്നത്. മെഡിസിൻ, സൈക്കാട്രി, സോഷ്യൽ വർക്ക്, ഇതെല്ലാം ഈ ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നാൽ വൺ ഡയറക്ഷണലാണ്, യൂണിഡിറക്ഷണലാണ്. അതായത് ശുശ്രൂഷ ചെയ്യുന്ന ആൾ ദൂരെ മാറി നിൽക്കുന്നു, ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ഇതാ അവിടെ മുൻപിൽ നിൽക്കുകയാണ്. മെഡിസിൻ എടുത്തു നോക്കിയാലും ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നു, സൈക്കാട്രി ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ വരുന്നു, ചികിത്സിക്കുന്നു, സോഷ്യൽ വർക്ക് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. എന്നാൽ ഹെൻറി ജെ എം നോവൻ തൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഈ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ഹെൻറി ജെ എം നോവൻ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, വി ആർ നോട്ട് ദ ഹീലേഴ്സ്, വി ആർ നോട്ട് ദ റീകൺസൈലേഴ്സ്, വി ആർ നോട്ട് ദ ഗിവേഴ്സ് ഓഫ് ലൈഫ്. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാനല്ല സൗഖ്യമാക്കിയത്, ഞാനല്ല അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് കാരണമായി തീർന്നത്, ഞാനല്ല അവർക്കൊരു പുതിയ ജീവൻ നൽകിയത്. എന്നാൽ I am also sinful, I am also broken, I am also vulnerable.
ആൻഡ് ഐ ടു നീഡ് ആസ് മച്ച് കെയർ ആസ് ദേ നീഡ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരസ്പരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഈ ശുശ്രൂഷയിൽ കൈതാങ്ങി മുൻപോട്ട് നടക്കേണ്ടത്. യു ആർ ഡൂയിങ് എ റോൾ ഓഫ് എ ഷെപ്പേർഡ്. You have to accept certain vulnerabilities. You have to accept certain messiness. You have to take up certain obligation. അത് മറന്നു പോകാനായിട്ട് ഇടയായിത്തീരില്ല. ഇന്ന് പലപ്പോഴും അത്തരത്തിൽ ഒന്ന് ഒത്തൊരുമിച്ച് ചേർന്ന്, മ്യൂച്വലായിട്ട് ചേർന്ന്, കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഇന്ന് ഒരു പക്ഷെങ്കിൽ അറിഞ്ഞോ അറിയാതെ ശുശ്രൂഷയിലായിരിക്കുന്നവർ തമ്മിലുമില്ല. ഇന്ന് ശുശ്രൂഷിക്കപ്പെടുന്നതായിട്ടുള്ള ഇടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് അങ്ങനെയും ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധ്യമായി തീരുന്നില്ല. അവിടെ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേർ ഇസ് മൈ കോമ്പിറ്റൻസ്? ഇന്ന് ഞാൻ എൻ്റെ കോമ്പിറ്റൻസ് എവിടെയാണ് കാണിക്കുന്നത്? കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിലാണോ ഞാൻ എൻ്റെ ഈ കോമ്പിറ്റൻസ് കാണിക്കുന്നത്? അതോ ഞാൻ എൻ്റെ മറ്റ് ചില എബിലിറ്റീസിലാണോ ഞാൻ എൻ്റെ കോമ്പിറ്റൻസ് കാണിക്കുന്നത്? രണ്ടാമത്, ആം ഐ റെഡി ടു കോംപ്ലൈ ഇൻ മ്യൂച്വാലിറ്റി? ഒത്തൊരുമിച്ച് ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇന്നുണ്ടോ? മൂന്നാമതായിട്ടും അവസാനമായിട്ടും, ആം ഐ റെഡി ടു കോൾ ഓഫ് കൺട്രോൾ? 18-19 വാക്യത്തിൻ്റെ അകത്ത് നമുക്കത് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. 18-19 വാക്യത്തിൽ പറയുകയാണ്, വെൻ യു വർ യങ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ എല്ലാം തന്നെ ചെയ്തു. ബട്ട് നൗ ദാറ്റ് വിൽ നോട്ട് ബി ദ കേസ്. ഇറ്റ് ഈസ് നോട്ട് വെർ യു ഇൻറ്റെൻഡ് ദാറ്റ് യു വുഡ് ബി ലെഡ് ടു. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഇന്ന രീതിയിലാണ്, ഈ മരണം കാരണമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൂചനയാണ് എന്ന് പറയുന്നു. കർത്താവിൻ്റെ മൂന്നാമത്തെ ടെംപ്റ്റേഷൻ, ഇറ്റ് വാസ് ടു ടേക്ക് എവറിത്തിങ് ഇൻ കൺട്രോൾ ആയിരുന്നു. ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് എപ്പോഴും, ലീഡർഷിപ്പിലായിരിക്കുന്നവർക്ക് എപ്പോഴും എല്ലാം കൺട്രോളിലാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും താല്പര്യവും. വി വോണ്ട് എവറിത്തിങ് ടു ബി ഇൻ കൺട്രോൾ. ഞാൻ നയിക്കുന്നതായിട്ടുള്ള ഇടവക എൻ്റെ കൺട്രോളിൽ ആയിരിക്കണം. ഞാൻ നയിക്കുന്നതായിട്ടുള്ള കുടുംബം എൻ്റെ കൺട്രോളിൽ ആയിരിക്കണം. ഞാൻ നയിക്കുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻ എൻ്റെ കൺട്രോളിൽ ആയിരിക്കണം. എന്നാൽ കർത്താവ് ഇവിടെ പത്രോസിനോട് ഈ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ഈ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ, കർത്താവ് ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു താല്പര്യമാണ്. ദെർ വാസ് എ ടൈം വെൻ യു വെൻറ്റ് ആസ് യു വിഷ്ഡ്. നിനക്കിഷ്ടമുള്ളതുപോലെ, നിനക്ക് താല്പര്യമുള്ളതുപോലെ ഒക്കെയും നീ ചെയ്തു. പക്ഷെങ്കിൽ നൗ യു ഹാവ് ടു ലീവ് ഓഫ് ദിസ് കൺട്രോൾ. യു ഹാവ് ടു ലീവ് ഓഫ് ദിസ് കൺട്രോൾ. അത് സാധ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നീ എന്നെ അനുഗമിക്കുക. ഒരു പക്ഷെങ്കിൽ 3 വർഷത്തിന് മുൻപ് ഈ ഒരു വിളി കേട്ടാണ് പത്രോസ് കർത്താവിൻ്റെ പുറകിൽ പോയെ. ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്നെ അനുഗമിക്കുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോളാണ് ഈ ഒരു കോൾ. ആ ഒരു അനുഗമനത്തിൽ പത്രോസിന് ഒത്തിരി വീഴ്ചകൾ വന്നു. എങ്ങനെയാണ് കർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് അറിയാത്ത ഒത്തിരി നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ ബോധ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തിരുത്തലോടുകൂടെ ഇതാ കർത്താവ് വീണ്ടും പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് പട്ടക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയെ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സഭ ഈ ഒരു ദിവസം വേർതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ ഭംഗിയോടെ, ഉത്തരവാദ ബോധ്യത്തോടുകൂടെ, വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ തക്കോണം നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരിയധികം ആവശ്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വചന ശുശ്രൂഷ പട്ടക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും ഭാഗഭാക്കാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വി ഓൾ ആർ മെമ്പേഴ്സ് ഓഫ് ദിസ് റോയൽ പ്രീസ്റ്റ്ഹുഡ്. അങ്ങനെയെങ്കിൽ നമ്മളോടാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്താണ് ഇന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ആം ഐ കോമ്പിറ്റൻറ്റ് ഇൻ ലവിങ്? കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കർത്താവിനെ അനുകരിക്കാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. കർത്താവ് പറയുകയാണ്, യു നീഡ് ടു കോംപ്ലൈ ഇൻ മ്യൂച്വാലിറ്റി ഇഫ് യു വോണ്ട് ടു ഡു ദാറ്റ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തനിയെ പറ്റത്തില്ല ഇത് ചെയ്യാൻ. യു ആർ നോട്ട് ദ വൺ ഹൂ ഈസ് ഡൂയിങ് ഇറ്റ്. ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെയും അറിഞ്ഞോ അറിയാതെയോ ചിലർക്ക് ചില കാര്യങ്ങൾ നൽകി കൊടുക്കുമ്പോൾ ലീഡർഷിപ്പിലായിരിക്കുന്നവർക്ക് സ്വയമേ ഒരു ബോധ്യമുണ്ട്, ഞാനാണ് ഏതാണ്ടൊക്കെയും ചെയ്തത്, എൻ്റെ പ്രാർത്ഥനയാണ് അവന് സൗഖ്യം കിട്ടിയത്, ഞാനാണ് അവനൊരു പുതിയ ജീവിതം നൽകി കൊടുത്തത്, ഞാനാണ് അവനൊരു പുതിയ വഴി ഒരുക്കി കൊടുത്തത്. അറിഞ്ഞോ അറിയാതെ വായിൽ നിന്ന് വന്നു പോകുന്നതാണ്. നോ, കർത്താവ് നൽകി തന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഷെപ്പേർഡാണ്. ആ ആടിനോടൊപ്പം ചേർന്ന്, ആ ആടിൻ്റെ മെസ്സിനെസ്സിലും ആ ആടിൻ്റെ വൾണറബിലിറ്റിയിലും എല്ലാം നമ്മളും ചേരുകയാണ്. ബിക്കോസ് ഡോണ്ട് ഫർഗെറ്റ് യു ടു ആർ എ ഷീപ്പ്. അത് മറന്നു പോകാനായിട്ടിടയായി തീരല്ല. അതുകൊണ്ട് വി ടു ആർ സിന്നേഴ്സ്, വി ടു ആർ ബ്രോക്കൺ എന്നുള്ളൊരു ബോധ്യം
ഒരു മിനിസ്റ്ററും ഒരിക്കലും മറന്നു പോകല്ലേ. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷയിലായിരിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കട്ടെ. ഇടവക ജനങ്ങളും പട്ടക്കാരും അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം നൽകട്ടെ. ബിക്കോസ് നെവർ എവർ വി നീഡ് ടു ഫൊഗെറ്റ് ദാറ്റ് വി ആർ സിൻഫുൾ, വി ആർ ബ്രോക്കൺ. നമ്മളെല്ലാവരും നേതൃത്വ സ്ഥാനത്തിലായിരിക്കുന്നവരെല്ലാവരും അത്തരത്തിലാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. യു ഹാവ് ബീൻ ഗിവൻ എ റോൾ ഓഫ് എ ഷെപ്പേർഡ്. യു ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ മെസ്സിനെസ്, യു ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ വൾനറബിലിറ്റി. അവസാനമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ലീഡർഷിപ്പിലായിരിക്കുന്നവരുടെ ഒരു വലിയ പ്രശ്നമാണ് എപ്പോഴും എല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമാണ്, നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമാണ്. അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വലിയ ഫ്ലോ ആണ്. ചിലതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. കർത്താവ് പറയുന്നിടത്ത്, കർത്താവ് അയക്കുന്നിടത്ത്, കർത്താവ് വിടുന്നിടത്ത് ആ ഒരു സാഹചര്യത്തിൽ ആയിരിക്കാൻ തക്കോണം നമുക്ക് ഇടയായി തീരുന്നുണ്ടോ? ആ ഒരു വലിയ വിളിയാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുന്നത്. കോൾ ടു ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുകരിക്കുവാൻ തക്കോണം നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കോമ്പിറ്റൻസ് തെളിയിക്കേണ്ടത് എനിക്ക് ലഭിച്ചതായിട്ടുള്ള താലന്തുകളിൽ കൂടെയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൽ കൂടെയാണ്. അത് ശരിയായിട്ട് ചെയ്തു കഴിയുമ്പോഴാണ് എനിക്ക് ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരോടും ഒത്തൊരുമിച്ച് ചേർന്ന്, ഞാൻ ശ്രേഷ്ഠനാണ് എന്നല്ല, ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് എന്നല്ല, ബട്ട് ഹിയർ ഇൻ മ്യൂച്വാലിറ്റി ഐ ഗോ. ചിലതിനെ ഒന്നും ഇനിയും കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ പാടില്ല. ദൈവമാണ് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത്. ദൈവം നടത്തിക്കോളും. എത്തേണ്ട സമയത്ത് എത്തേണ്ടതായിട്ടുള്ള ഇടത്ത് തീർച്ചയായിട്ടും എന്നെ എത്തിക്കും എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ നമുക്ക് നമ്മളെ വിളിച്ചതായിട്ടുള്ള ഈ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ത്രിയേക ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ ഒരു വലിയ വിളിക്ക് യോഗ്യമാം വണ്ണം രീതിയിൽ നമ്മളെവരെയും നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.